ഇവന്മാരെ തരംതിരിച്ച് മാറ്റി നിർത്തണം. അതിനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഇവിടുത്തെ ഹിന്ദുക്കൾ കാണിക്കണം. ആർജവമുണ്ടോ നിങ്ങൾക്ക്? ഹിന്ദുവിന്റെ പൈസ വേണം, ഹിന്ദുവിന്റെ പണം വേണം, ഹിന്ദുവിന് താപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലണം. ഈ ഒരൊറ്റ ചിന്തയാണ് ഇവന്മാരുടെ ഉള്ളിലുള്ള ചിന്തയാണ് പുറത്തു വന്നത്. ഈ മൂരികളുടെ ഉള്ളിലുള്ള ചിന്തയാണ്. അതായത് ഇത് വളവിട്ടുണ്ടായതാണോ പ്രസവിച്ചാണോ എന്നുള്ളത് ഇപ്പോൾ സംശയമുണ്ട്. ഇവരുടെ മൊത്തം ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ലൈവിൽ വന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും ഊഹിക്കുന്ന പോലെ തന്നെ ഞാനിന്ന് ലൈവിൽ വന്നത് പേടിച്ചിട്ടാണ്. എനിക്ക് പേടി കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ലണ്ടനിലും ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലെങ്ങാനും വന്നിട്ട് ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നു കഴിഞ്ഞാൽ ജീവൻ പോയില്ലേ, ജീവിതം പോയില്ലേ. അപ്പോൾ ആ പേടിയിലാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും വാ, എല്ലാവരും നമുക്ക് ഒരുമിച്ച്. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണോട്ടെ ഈ കാര്യം. ഈ ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ ടെൻഷൻ, എന്തോ ബുദ്ധിമുട്ടിലാണ് ഈ ചേച്ചി ഉള്ളത്. അങ്ങനെ ലണ്ടനിൽ നിന്നാണ് ഈ ഒരു ലൈവ് ഇട്ടത്. നിങ്ങളോട് എല്ലാവരോടും ലൈവിലോട്ട് ഓടി വരാൻ പറയുന്നുണ്ട്. സംഘടിക്കുവിൻ മിത്രങ്ങളെ എന്നാണ് ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് ഓടി വരണേ. ഓടി വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. ചേർന്നിരിക്കാം. പേടി കൊണ്ട് എനിക്ക് ആകെ വിറ വരുന്നുണ്ട്, ഷിവറിംഗ് ഒക്കെ ആയിട്ടുണ്ട് പേടി കൊണ്ട്. അപ്പോൾ ആ പേടി മാറ്റാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നത്. നിങ്ങൾ രക്ഷിക്കണം, എനിക്ക് പേടി കൊണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ശരി, ഇത്രയും കാലം നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ട് ജീവിച്ചല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഏകദേശം ജനിച്ചിട്ടൊരു 54 വർഷമായി. ഈ 54 വർഷവും പേടിക്കാത്ത പേടിയാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ പേടി കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. കാരണം ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടാവുമല്ലോ ലൈവിൽ അതാണ്. അതായത് ഇംഗ്ലണ്ടിൽ ഇരുന്നിട്ട് മിത്രങ്ങളെ സംഘടിപ്പിച്ച് ഹിന്ദുക്കളുടെ രക്ഷകയാവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പിതൃശൂന്യായിട്ടുള്ള ജന്തുവാണ് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആ ജന്തു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫേസ്ബുക്ക് ലൈവിലേക്ക് ഓടി വരണം. നമുക്ക് പിടിവള്ളി, നമുക്ക് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫേസ്ബുക്ക് ലൈവിൽ സംഘടിക്കലാണ്. അങ്ങനെ സംഘടിച്ച് നമ്മൾ ഹിന്ദുവിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഹിന്ദുക്കളെ ഞാൻ വിളിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് ലൈവിലോട്ട് വരിക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംഘടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് നേരെ കാര്യങ്ങൾ പറയാം എന്നാണ് ഈ പറഞ്ഞ ജന്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തലയിൽ തലച്ചോറിന് പകരം ചാണകം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആവില്ല കേട്ടോ. തീവ്രത കൂടിക്കഴിഞ്ഞാൽ തന്തയില്ലാത്ത, അങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല, പിതൃശൂന്യമായിട്ടുള്ള ഇവരെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് പറയില്ല. കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകിട്ടത്തടി കിട്ടും നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഇതുപോലെ മറ്റുള്ള കൺട്രീസിൽ കിടന്നിട്ട് ചാണിട്ടുകൊണ്ടേയിരിക്കും. ഇത് വളവിട്ടുണ്ടായതാണോ പ്രസവിച്ചാണോ എന്നുള്ളത് ഇപ്പോൾ സംശയമുണ്ട്. ഇവരുടെ മൊത്തം ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്പീക്കർ ഷംഷീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ഹിന്ദുക്കളാരും അതിനെതിരെ ശബ്ദിച്ചില്ല. മാറാട് കലാപം ഉണ്ടായിട്ടുണ്ട്, അന്ന് ഹിന്ദുക്കളാരും ഒന്നും സംസാരിച്ചില്ല. ഏതോ ഒരു പ്രസംഗത്തിൽ, മുസ്ലിം ലീഗിൻ്റെ ഏതോ ഒരു പ്രസംഗത്തിൽ എന്തിലോ ഒന്ന് എന്താ പറയുക, ഹിന്ദുക്കളെ തല വെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അന്നും ഹിന്ദുക്കളാരും പ്രസംഗിച്ചില്ല. ഹിന്ദുവെ ഉണരൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടി. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയാൻ അങ്ങ് UK പോയതായിരിക്കാം. ഇവിടെ കിടന്ന് കുണച്ച് കഴിഞ്ഞാൽ കുണയ്ക്കുന്ന നാവ് പിഴുതെടുക്കും എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം അവിടെ പോയിട്ട് ചലച്ചുകൊണ്ടിരിക്കുന്നത്. 54 വയസ്സായിട്ടുള്ള ഒരു മുത്തുനരച്ച ഒരു പിതൃശൂന്യാണ് ഈ ജന്തു. അപ്പം ഈ ജന്തുവിൻ്റെ ഈ ഒരു വീഡിയോ പുറത്തു വന്നത് മറ്റൊരു ഇതേ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ജാമിത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ യൂട്യൂബ് പേജിൽ ഇന്നലെ മെനയാന്നിട്ട് ലൈവ് പോലെ വന്നായിരുന്നത്. അപ്പം ഇത് കേട്ട് നിൽക്കുന്ന ഏതൊരു മലയാളിയും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല, ഏതൊരു നല്ലവനായിട്ടുള്ള മലയാളിയും അവർ മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വാ തുറക്കാത്ത രീതിയിലാക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ പറഞ്ഞ തള്ളക്കുണ്ട്. പിന്നെ ഈ തള്ള വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ സകല സ്ഥാപനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യണം, പ്രത്യേകിച്ച് യൂസഫ് അലീൻ്റെ അത് കേട്ടു നോക്കുന്നു. ഈ പറയുന്ന എണ്ണങ്ങളുടെ ഓരോ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ കയറരുത്. ഒരു യൂസഫ് അലി കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ജിഹാദിയാണ് അവൻ കെട്ടിയുണ്ടാക്കിയ അവന്റെ ലുലുമാൾ ഉണ്ടല്ലോ, കുലുമാള്. ആ കുലുമാളിൽ ഒരു മനുഷ്യൻ പോകരുത്. ഹിന്ദുവായ ഒരു മനുഷ്യനും ആ കുലുമാളിൽ പോകരുത്. അതേപോലെ തന്നെ ഇവന്മാരുണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളില് നമ്മൾ പോകരുതെന്ന് തീരുമാനിക്കണം. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ഇത് ഇപ്പുറത്തല്ലെങ്കിൽ അപ്പുറത്ത് വേറൊന്നുണ്ട്.
ഇന്ന് കോമ്പറ്റീഷനാണ്. ഒന്നിനും പഞ്ഞമില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ല. നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ തീരുമാനത്തിലാണ് കാര്യം. നമ്മൾ തീരുമാനിക്കണം. ഇവന്മാരുടെ കടകളിലോ. നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇത്തരത്തിൽ വളിവിട്ടുണ്ടായ പിതൃശൂന്യരായിട്ടുള്ള ജന്തുക്കൾ പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ലുലുമാള്, നിങ്ങൾ ഹിന്ദുക്കളെ ലുലുമാളോട് നിങ്ങൾ കയറരുത്, അത് യൂസഫ് അലി എന്ന മുസ്ലിം ആയിട്ടുള്ള ഒരാളുടേതാണ്. അവിടെയുള്ള ഷോപ്പുകൾ എല്ലാം മുസ്ലിങ്ങളാണോ എന്നുള്ള ബോധ്യം ഈ ജന്തുവിനില്ല. അത് പോട്ടെ. ഈ നാട്ടിലെ സകലമാന കടകളിലും മുസ്ലിങ്ങളുടെ കടകളിൽ നിങ്ങൾ ഇനി കയറാൻ പാടില്ല. അത് മാത്രമല്ല, വേറെ ഒന്നുകൂടെ പറയുന്നുണ്ടേ. നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവന്മാരാണ് തലപ്പത്ത്. ഒരു ഡോക്ടറാണെങ്കിൽ കൂടി നിങ്ങൾ പോവരുത്. അങ്ങനത്തെ ഡോക്ടറെ നമുക്ക് കാണണ്ട, നമുക്കും തീരുമാനിക്കാമെന്നേ. എന്തിനാണ് ഇവന്മാർക്ക് മാത്രമായിട്ട് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ശരിയാണ്? ഇവന്മാര് മാനേജ് ചെയ്യുന്ന കടകളാണെങ്കിൽ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോൾ മുസ്ലിം ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പോകരുത്, മുസ്ലിം ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾ അവിടെ പറയണം, ഹിന്ദുവെ ഉണരൂ, എനിക്ക് ഹിന്ദു ഡോക്ടേഴ്സിനെ മാത്രം കണ്ടാൽ മതി. ഈ തള്ളത് പറയുന്നത് UK ഇരുന്നിട്ടാണ്. എനിക്കതാണ് ഏറ്റവും കോമഡി. അവിടെയൊക്കെ ഈ തള്ള ഇതുപോലെ തന്നെ ആയിരിക്കൂലേ. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡോക്ടേഴ്സിനെ കാണില്ല, ഞാൻ ഇനി മുതൽ ഹിന്ദു ഡോക്ടേഴ്സിനെ മാത്രമേ UK പോയി കാണൂ എന്ന് പറഞ്ഞാൽ ഈ തള്ള അവിടെ കിടന്ന് ഇറങ്ങിച്ച് ചാവുള്ളൂ. അതെന്തോ ആവട്ടെ. പക്ഷെ ഞാൻ നമ്മുടെ മലയാള നാട്ടിൽ ആരെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത്, ഒരു എമർജൻസി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നോർമൽ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് മുസ്ലിം ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ കാണില്ല, എനിക്ക് ഹിന്ദു ഡോക്ടേഴ്സിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ആ തള്ളയെന്നല്ല ആരെങ്ങനെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കും. ആ അവസ്ഥയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഷോപ്പ് കയറി, മുസ്ലിം ഷോപ്പാണെങ്കിൽ ഞാൻ സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വെറും എണ്ണിപ്പുറക്കാൻ പറ്റുന്ന കുറച്ച് ഷോപ്പുകളെ ചിലപ്പോൾ കാണുകയുള്ളൂ. അതല്ല, ഇനിയിപ്പോൾ മുസ്ലിം ഷോപ്പും ഹിന്ദു ഷോപ്പും ക്രിസ്ത്യൻ ഷോപ്പും എന്തോ ആയിക്കോട്ടെ, ഇത്ര തലയിൽ ബോധമില്ലാത്ത, തലയിൽ തലച്ചോറ് മാറ്റി ചാണകം കയറ്റി ഇതുപോലെ വായിക്കൂടെ ഇത് തീട്ടം തുപ്പുന്ന പോലെ തുപ്പാൻ പറ്റുന്ന ഇമാതിരി ജന്തുക്കളുണ്ടല്ലോ. ഇവറ്റിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒന്നും ചിലയ്ക്കൂല. ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയാൽ ഇതിറ്റകളൊക്കെ തനി നിറം കോണം പുറത്തോട്ട് വരുള്ളൂ. പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ വന്ന് ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അടിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അത് ചിരിച്ച് ഇളിച്ച് കാണിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ പിതൃശൂന്യ വളിവിട്ടുണ്ടായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത്. ഇവറ്റിങ്ങൾ ഇതുപോലത്തെ പല ചാനലുകളും പലതിലും വന്നിട്ട് ഇങ്ങനെ കുണച്ചുകൊണ്ടേയിരിക്കും. ഇവർക്കുള്ള മറുപടി കൊടുക്കുക വേണ്ടത്. മിണ്ടാണ്ടിരുന്ന കാര്യമില്ല. എന്താ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഹിഡൻ തീവ്രവാദികളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അവരിത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വേറെ വല്ലതൊക്കെ ചെയ്യും. ഇവള് വേറെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, പന്നി അറക്കുന്ന പോലെ, പച്ച പന്നിനെ വെട്ടണം ഞങ്ങൾക്കറിയാം, ആ രീതിയിൽ ഞങ്ങളെ മാറ്റരുതെന്നും പറഞ്ഞിട്ട്. ഇതാണ്. പക്ഷേ പച്ചയ്ക്ക് അമ്പലത്തിന്റെ മുമ്പിലിട്ട് കത്തിക്കാനൊക്കെ നീ വരുമ്പോൾ പണ്ടത്തെ ഹിന്ദുക്കളോ മാറാട് കലാപമോ 1921 അല്ല. ഇന്ന് കാലം മാറി. ഇന്നത്തെ ഹിന്ദുക്കള് വേറെയാ. ഇന്ന് നന്നായിട്ട് കാട്ട് പന്നികളെ വെട്ടി നുറുക്കി പോർക്ക് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനായിട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ റെസിപ്പി നന്നായിട്ട് അറിയാം ഹിന്ദുവിന്. നിങ്ങൾ കേട്ടില്ലേ? ഇവളുടെ ഒക്കെ മനസ്സിൽ ആ തീവ്രത നിങ്ങൾ പറഞ്ഞില്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ തീട്ടം തുപ്പുന്ന ഒരു തീവ്രത ഇതിൻ്റെ ഒക്കെ ഉള്ളിലുള്ളത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ. ഒരു 53 മിനിറ്റ് നീളുന്ന വർഗീയ ചെറ്റ വർത്താനം കേട്ടോ ഈ തള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മൊത്തം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 53 മിനിറ്റ് നീളുന്ന വർത്താനം. അത് കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞാൽ സത്യമായിട്ടും നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ, തീവ്രത കൊണ്ട് നടക്കാത്ത ഒരു മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവിനെ മാറ്റി നിർത്ത്, അത് കൊണ്ട് നടക്കാത്ത നല്ലവരായിട്ടുള്ള മനുഷ്യർ കേട്ട് കഴിഞ്ഞാലല്ലോ ആ തള്ളനെ നിർത്തിപ്പൊരിക്കും. അത്തരത്തിലുള്ള വർത്താനം അവർ 53 മിനിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജാമിത എന്ന് പറഞ്ഞ ആ ഒരു ജന്തുവിൻ്റെ ചാനലിൽ അത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പം ഇല്ല. ഉണ്ട്, കുറേ ഭാഗത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ സോൾവ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇവരെ പോലത്തെ ആൾക്കാർ വന്ന് ഇതുപോലെ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാലല്ലോ അത് കേട്ട് ഇൻസ്പയർഡ് ആവാൻ ഒരുപാട് ആൾക്കാരുണ്ട്. 53 വയസ്സായി തല നിരച്ച് അത് തന്നെ പറയുന്നുണ്ട്. 53 വയസ്സായിട്ട് ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു, ഇപ്പം എനിക്ക് പേടിയാവുന്നു. അന്ന് UK ചെന്നപ്പോഴാണോ ഇപ്പം ഇവളൊക്കെ കാല് പറയ്ക്കാൻ തുടങ്ങിയത്? UK പോകുന്ന ഫ്ലൈറ്റ് വരെ വല്ല എമിറേറ്റ്സോ ഇത്യാദൊക്കെ ആയിരിക്കും. നാളെ മുതൽ അതും പറയാം, ഞങ്ങൾ കയറില്ല, എയർ ഇന്ത്യ മാത്രമേ കയറുള്ളൂ എന്ന് പറയും. ഇതൊക്കെ വെറുതെ ഒരു തമാശ ചോദിക്കട്ടെ. അതാണ്, ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ ഈ പറഞ്ഞ ജന്തുക്കൾക്ക് അറിയില്ല. അതായത് ഹിന്ദുക്കളെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇവളെപ്പോലത്തെ ജന്തുക്കൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അറിയില്ല. മുസ്ലിം തീവ്രവാദികളായാലും ഹിന്ദു തീവ്രവാദികളായാലും ഇവളെപ്പോലത്തെ തീവ്രവാദികളോ ഒക്കെ ഒരേ ഇതിൽ കെട്ടി കിണറ്റി താത്തേണ്ട ടൈപ്പ് സാധനങ്ങളാണ്. അത് ഏത് മതത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും
അവരെപ്പോലത്തെ ആൾക്കാരാണ് ഈ സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഈ വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് ചൊറിഞ്ഞു വരും, ആർക്കും വരും. അവരുടെ ആ മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്ന ഈ സാധനമൊക്കെ, ഇതൊക്കെ UK എന്തെടുത്തിട്ടാണോ ജീവിക്കുന്നത്? ചിലപ്പോൾ മക്കളാരെങ്കിലും അവിടെ ഉണ്ടാവും, മക്കളെ മറ്റേ വേലക്കാരിയായിട്ട്, കുട്ടികളെ എന്താ പറയുക നോക്കുന്ന വേലക്കാരിയായിട്ട് അവിടെ കൊണ്ടുപോയതായിരിക്കും. അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. അല്ലാണ്ട് അവിടെ ജോലി കിട്ടി ജീവിക്കുന്ന ഒരൈറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ ജോലി കിട്ടി അവിടത്തൊക്കെ ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെ ആൾക്കാർ കുറച്ചുകൂടെ എന്താ പറയുക, സെൽഫ് ഇതായിരിക്കും, എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. ഇതുപോലത്തെ ചെറ്റ വർത്താനം പറയാൻ കഴിയില്ല. മിക്കവാറും ഇവിടെ വല്ല ചാണകത്തിലോ വല്ല പശുത്വത്തിലോ ഉണ്ടായി ജീവിച്ച് മക്കളൊക്കെ നല്ല രീതിയിൽ ചെന്ന സമയത്ത് മക്കളെ നോക്കാനും അല്ലെങ്കിൽ അവരെ വീട്ടുജോലിക്ക് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കും. കഷ്ടം. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇപ്പോഴും നാട്ടിൽ.